അപ്പോൾ റാണിക്കുരുവി ചിന്തിച്ചു, എന്റെ കുഞ്ഞെന്റെ വീട്ടിൽ വന്നിരിക്കുന്നു, ഇന്നവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം. റാണിക്കുരുവി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ച് പരിയെ വിളിച്ചു. പരി, നോക്കുമോളെ, ഞാനിന്ന് നിനക്ക് വേണ്ടി സ്പെഷ്യൽ പാചകമൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് കഴിച്ചാൽ നീ ഒരുപാട് സന്തോഷിക്കും. റാണി 3-4 തവണ പരിയെ വിളിച്ചു. എന്നാൽ പരി വന്നതേയില്ല. റാണി അപ്പോൾ വീട് മുഴുവനും അവളെ അന്വേഷിച്ചു. എന്നാൽ പരി വീടിന് വെളിയിലുള്ള ഒരു ശിഖരത്തിലിരുന്ന് നന്നായി കരഞ്ഞുകൊണ്ടേയിരുന്നു. മോളെ, എന്തിനാ കരയുന്നത്? വാ, വന്ന് കഴിക്കേ. എനിക്കൊന്നും കഴിക്കാൻ വേണ്ട, നിങ്ങൾ ഇവിടെ നിന്നും പോ. മര്യാദയ്ക്ക് ഇത് കഴിക്ക്, എനിക്ക് ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ റാണി പരിക്ക് അടികൊടുത്ത് പറഞ്ഞു, എത്ര ദിവസം കഴിക്കില്ലെന്ന് ഞാൻ നോക്കട്ടെ. അങ്ങനെ പറഞ്ഞ് ഭക്ഷണം അവളുടെ അടുത്തേക്ക് വെച്ചിട്ട് പോയി. അപ്പോൾ പരി മനസ്സിനുള്ളിൽ ചിന്തിച്ചു, ഇവരെന്റെ അമ്മയൊന്നുമല്ല, ഒരമ്മയും കുഞ്ഞിനെ ഇങ്ങനെ അടിക്കില്ല. എനിക്ക് എന്റെ അമ്മയുടെ അടുത്ത് പോണം. റാണിക്കുരുവി വീടിനുള്ളിൽ വന്ന് ചിന്തിച്ചു, ഞാൻ പരിയോട് അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ സത്യത്തിൽ ഒരു ദുഷ്ടയായ അമ്മയാണ്. അമ്മയാകാൻ എനിക്ക് അർഹതയില്ല. എന്നാൽ ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാതിരിക്കാനും പറ്റുന്നില്ല.